ആദ്യമായി തന്നെ പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി. എൻ്റെ പേര് ജോസ്ന ജോസഫ്. ഞാൻ പാലാ വലവൂരിൽ നിന്ന് വരുന്നു. ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത് 2021 നവംബറിലാണ്. 2022 നവംബറിൽ ഞാൻ OET പാസ്സായി. അങ്ങനെ ന്യൂസിലൻഡിലേക്ക് മാർച്ച് 2024 പോകാൻ സാധിച്ചത്. അങ്ങനെ മാർച്ച് 2024 ക്യാപ് കോഴ്സിന് വേണ്ടിയിട്ട് ഞാൻ ന്യൂസിലൻഡിലേക്ക് ചെന്നു. അവിടെ ഞങ്ങൾ ചെന്ന് ഉടനെ ഒരു മാസത്തിന് ശേഷം തൊട്ട് അവിടെ ഗവൺമെൻറ് ജോലികൾ നൽകുന്നത് നിർത്തിവെക്കുകയും ഒട്ടേറെ പേർ ജോലിയില്ലാതെ വിഷമിക്കുകയും ചെയ്യുന്ന സമയമായിരുന്നു. ഞങ്ങൾ ക്യാപ് കോഴ്സ് കഴിഞ്ഞ് 6 മാസത്തോളം വിസ ഉണ്ടായിരുന്നു. അങ്ങനെ വിസയുടെ കാലാവധിയിൽ അവിടെ നിന്ന് ജോലികൾക്ക് അപ്ലൈ ചെയ്യുകയും എല്ലാം തന്നെ റിജക്റ്റ് ആവുകയും ചെയ്തു. അവിടെ വെച്ചിട്ട് ഓസ്ട്രേലിയയുടെ ഒരു ഇൻ്റർവ്യൂ വരികയും അതും റിജക്റ്റ് ആവുകയും ചെയ്തു. അപ്പോഴൊക്കെയും എൻ്റെ മനസ്സിൽ ഒത്തിരി ക്ലേശകരമായ അനുഭവത്തിലൂടെ കടന്നു പോയെങ്കിലും എൻ്റെ മനസ്സിലെപ്പോഴും ജെറമ്യ പ്രവാചകൻ്റെ വചനമാണ് ഉണ്ടായിരുന്നത്. കർത്താവ് അരുളി ചെയ്യുന്നു, എനിക്ക് നിന്നെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്, അത് നിൻ്റെ നാശത്തിനല്ല ക്ഷേമത്തിനുള്ള പദ്ധതിയാണ്. ഈ വചനം എന്നെ ധൈര്യപ്പെടുത്തുകയും മുന്നോട്ട് പോകാനായിട്ട് പ്രേരിപ്പിക്കുകയും ചെയ്തു. ഞാൻ അവിടെ 6 മാസത്തിന് വിസ തീർന്നതിന് ശേഷം ജോലിയില്ലാതെ ഞാൻ നാട്ടിലേക്ക് തിരിച്ചെത്തി. പക്ഷേ ആ ഓഗസ്റ്റ് തന്നെ എനിക്ക് ഓസ്ട്രേലിയയിലെ ഒരു ക്ലിനിക്കിലേക്കുള്ള ഒരു വേക്കൻസി എനിക്ക് അയച്ചു കിട്ടുകയും ചെയ്തു. ആ ഓസ്ട്രേലിയയിലെ ക്ലിനിക്കിൻ്റെ പേര് തന്നെ എന്നെ വളരെയധികം ക്യാച്ചപ്പ് ചെയ്തു. മരിയ ക്ലിനിക്ക് എന്നാണ് പേര്. മാതാവ് എനിക്ക് വേണ്ടി ഒരുക്കി തന്ന ഒരു വേക്കൻസി ആയിട്ട് കണ്ട് ആ ക്ലിനിക്കിൻ്റെ പ്രോസസ്സിങ്ങിൽ തന്നെ ഞാൻ മുന്നോട്ട് പോയി. വേറെ ഒരു വേക്കൻസിയും എനിക്ക് വേണ്ടി പോസിറ്റീവ് റെസ്പോൺസ് കിട്ടിയുമില്ല. അങ്ങനെ ഞാൻ ആ പേപ്പർ വർക്കുമായിട്ട് മുന്നോട്ട് പോയെങ്കിലും പിന്നീട് അതിൻ്റെ ഇടയ്ക്ക് ഞാൻ പ്രാർത്ഥനയിലും പ്രത്യക്ഷീകരണ പ്രാർത്ഥന, അച്ഛൻ്റെ ഉടമ്പടി ധ്യാനത്തിൽ ചൊവ്വാഴ്ചകളിലും മുടങ്ങാതെ പങ്കെടുത്തു. വളരെയധികം ക്ലേശകരമായൊരു അനുഭവമായിരുന്നു. നമ്മൾ ജോലിയില്ലാതെ കുറേ നാളായിട്ട് നാട്ടിൽ നിൽക്കുന്നൊരവസ്ഥ. അങ്ങനെ ഒത്തിരി പേര് ഇപ്പോഴും ന്യൂസിലൻഡിലും നാട്ടിലുമായിട്ട് വിഷമിക്കുന്നവരുണ്ടെന്ന് എനിക്കറിയാം. അവർക്കെല്ലാവർക്കും ഒരു അസാന്ത്വനമായിരിക്കും എൻ്റെ ഈ സാക്ഷ്യമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഒപ്പം അങ്ങനെ ഞാനിവിടെ നാട്ടിൽ വന്ന് അപ്ലൈ ചെയ്ത് തുടങ്ങിയെങ്കിലും എനിക്ക് പേപ്പർ വർക്കിൽ പ്രോസസ്സിങ്ങിൽ ഒത്തിരി താമസം എടുത്തു. എൻ്റെ മെഡിക്കലിൻ്റെ സമയത്തും വിസയ്ക്ക് അപ്ലൈ ചെയ്ത സമയത്തും തടസ്സങ്ങൾ ഒത്തിരി വന്നു. അങ്ങനെ തടസ്സങ്ങൾ വന്ന സമയത്തും ഞാനിവിടെ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി പുതുക്കുകയും ഉടമ്പടി ധ്യാനത്തിലും പ്രത്യക്ഷീകരണ പ്രാർത്ഥനയിലും ലൈറ്റ് ക്യാൻഡിൽ പ്രെയർ റിക്വസ്റ്റും ഇട്ട് പ്രാർത്ഥിച്ചു. അങ്ങനെ അച്ഛൻ്റെ അടുത്ത് വന്ന് ജോസഫ് അച്ഛൻ്റെ അടുത്ത് വന്ന് പ്രാർത്ഥിക്കുകയും ചെയ്ത് അച്ഛൻ തലയിൽ കൈവച്ച് തടസ്സങ്ങൾക്ക് മാറാൻ വേണ്ടി പ്രാർത്ഥിച്ചു. അങ്ങനെ ഈ തിങ്കളാഴ്ച എൻ്റെ വിസ വന്നു. ഓസ്ട്രേലിയയിലെ ക്ലിനിക്കിലേക്ക് എനിക്ക് നേഴ്സായിട്ട് ജോലി കിട്ടി. ഈ ശനിയാഴ്ച ഞാൻ ഓസ്ട്രേലിയയിലേക്ക് പോവുകയാണ്. എൻ്റെ ടിക്കറ്റ് ലഭിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ ഈ വളരെയധികം നമുക്ക് സാമ്പത്തികമായിട്ട് ഞെരുക്കമുള്ളൊരു സമയമായിരുന്നിത്. ഓസ്ട്രേലിയക്കാണെങ്കിലും പോകുന്നതിന് വേണ്ടി നമുക്ക് കാശ് ഒത്തിരി ചിലവുണ്ട്. ആ സമയത്തൊക്കെ നമ്മൾ സാമ്പത്തിക ഞെരുക്കത്തിലായിരുന്നപ്പം നമ്മൾ ചോദിക്കാതെ തന്നെ എൻ്റെ കൂട്ടുകാർ എനിക്ക് വേണ്ടി സാമ്പത്തികമായിട്ട് അകമഴിഞ്ഞ് സഹായിക്കുകയും ചെയ്തു. പിന്നെ ഉടമ്പടി തൈലം പുരട്ടിയിട്ട് മാത്രമേ ഞാൻ എങ്ങോട്ട് പോകാനാണെങ്കിലും ഇറങ്ങാറുള്ളൂ. അതുപോലെ തന്നെ ഏത് ആപ്ലിക്കേഷൻ അയക്കുമ്പോഴും ഓരോ പേപ്പറും പ്രോസസ്സിങ്ങിന് വേണ്ടി ഞാൻ അയക്കുന്നതിന് മുന്നേ ആയിട്ട് മാതാവിന് മുന്നിൽ പ്രാർത്ഥിച്ച് ഉടമ്പടി തൈലം ആ പേപ്പറിലും ആ അയക്കുന്ന ലാപ്ടോപ്പിലും പുരട്ടിയിട്ടായിരുന്നു ഞാൻ അയച്ചുകൊണ്ടിരുന്നത്. ഒപ്പം കാരുണ്യ പ്രവൃത്തികളായിട്ട് ഞാൻ പാവങ്ങളെല്ലാം സഹായിക്കാനായിട്ടും എൻ്റെ അടുത്ത് സഹായത്തിനെത്തുന്ന എല്ലാവരെയും അകമഴിഞ്ഞ് സഹായിക്കാനും ശ്രമിച്ചു. അതുപോലെ തന്നെ ഉടമ്പടി പത്രം വിതരണം ചെയ്യുമ്പോഴെല്ലാം എനിക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾ അവരോട് സാക്ഷ്യപ്പെടുത്തി അവർക്ക് പറഞ്ഞു കൊടുത്തുകൊണ്ടായിരുന്നു ഞാൻ പത്രം വിതരണം ചെയ്തിരുന്നത്. പിന്നെ ഈ വിസ വന്നതിൻ്റെ ഒപ്പം തന്നെ എനിക്ക് കഫക്കെട്ടും പനിയൊക്കെ ആയ ശേഷം ഇന്നിപ്പം എനിക്ക് സാക്ഷ്യം പറയാനായിട്ട് ഇനി ദിവസങ്ങളില്ലായിരുന്നു. അപ്പം ഇന്ന് എനിക്ക് സാക്ഷ്യം പറയാനുള്ള ശബ്ദം പോലും ഉണ്ടാകുമെന്ന് എനിക്ക് സംശയമായിരുന്നു. അപ്പം ഉടമ്പടി തൈലം പുരട്ടി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് എനിക്കിപ്പം നിങ്ങളുടെ മുന്നിൽ സാക്ഷ്യം പറയാനായിട്ട് സാധിച്ചു. ദൈവത്തിന് പരിശുദ്ധ അമ്മയ്ക്കും 1000 നന്ദി. സങ്കീർത്തനങ്ങൾ 71:16